എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വർഷേനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി മുറിയിലേക്ക് കൊണ്ടുപോയില്ലുവാണ്. പിന്നീട് അങ്ങനെ വർഷേനെ സാരിയൊക്കെ ഉടുപ്പിക്കുവാണ്. സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞപ്പോ വർഷം ഒന്ന് കണ്ണാടിക്കാൻ നോക്കി, സൂപ്പർ ആയിട്ടുണ്ട്. ശ്രുതി ചോദിച്ചു എങ്ങനെയുണ്ട്? കൊള്ളാം ശ്രുതി ചേച്ചി, നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയാം. എന്റെ കല്യാണത്തിന് പോലും ഇത്ര ഭംഗിക്ക് ഞാൻ ഒരുങ്ങിയിട്ടില്ലെന്ന് പറയാം. അല്ല ചേച്ചി ഇതൊക്കെ എങ്ങനെയാ പഠിച്ചെടുത്തേന്ന് ചോദിക്കും. എന്റെ ജോലി ഇത് തന്നെയല്ലേ, ബ്യൂട്ടീഷ്യൻ. ഓ അപ്പൊ ചേച്ചിക്ക് ഇതൊന്നും മടുക്കത്തില്ലെന്ന് ചോദിക്കാം. എന്റെ ജോലി ഇതായതുകൊണ്ട്, എന്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് എനിക്കിതൊക്കെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാലും സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ. ഇതൊരു പ്രത്യേക കഴിവ് തന്നെയാന്ന് പറയാണ്. ഇങ്ങനെ സാരിയൊക്കെ ഉടുപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. അവിടെയാണെങ്കിലോ ഞാനങ്ങനെ സാരി ഒന്നും എടുക്കാറില്ല. പിന്നെ ശ്രീകാന്തിന്റെ കൂടെ വന്നപ്പോൾ ഒരു തവണ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് ശ്രീകാന്ത് എനിക്കിതൊക്കെ ചെയ്തു തന്നേന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് വർഷയോട് പറഞ്ഞു, വർഷം അവിടെ ഇരിക്കുക, അത്യാവശ്യം ഞാൻ മുഖത്തൊന്ന് ടച്ചപ്പ് ചെയ്ത് വിടാന്ന് പറയണം. അതിന്റെ കാര്യമൊന്നുമില്ല ചേച്ചി, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും മേക്കപ്പ് ഒക്കെ അങ്ങോട്ട് പോയില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ശ്രുതി ചിരിക്കുകയാണ്. പിന്നീട് വർഷ അവിടെ ഇരുന്നു. വർഷയുടെ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. വർഷ ചോദിച്ചു, അല്ല ഒരു ഡൗട്ട് ചോദിച്ചോ ചേച്ചി, മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞ വീട്? അതെ. മലേഷ്യയിൽ എവിടെയായിട്ടാ വീടെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ശ്രുതി ഒന്ന് ഞെട്ടി. എന്താ പറയണ്ടേ? പെട്ടെന്ന് പറഞ്ഞത് എയർപോർട്ടിന്റെ അടുത്തായിട്ട് ഒരു ടൗണില്ലേ അവിടെയാന്ന് പറയണം. അവിടെയെന്ന് ചോദിച്ചാൽ കൃത്യ സ്ഥലം എവിടെയാ? കാരണം എന്റെ ഫ്രണ്ട് അവിടെയുണ്ട്. ഫ്രണ്ടിനോട് ചോദിക്കുകയാണെങ്കിൽ അവൾ പറയൂല്ലോ എന്ന് പറയാം. ഇത് ശരിയാകത്തില്ല. ഈ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്റെ കള്ളത്തരം പിടിക്കപ്പെടും. അതുകൊണ്ട് എങ്ങനെയല്ല ഒന്ന് എസ്കേപ്പ് ആയേ മതിയാവുള്ളൂ. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ, ഒന്ന് വായ അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വർഷയ്ക്ക് എന്തോ വലയപ്പി. വർഷം ഒന്നും മിണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേനും ലിഫ്റ്റിക്ക് എടുത്തോണ്ട് വന്നിട്ട് ആ ചുണ്ടത്തേക്ക് ഇട്ടു. അതെ, വായടച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റിക്ക് ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വേറൊന്നും വിചാരിക്കില്ല കേട്ടോ എന്ന് പറയണം. ഓ അതാണോ? അപ്പോഴാണ് വർഷയ്ക്കൊരു സമാധാനമായത്. വർഷ വിചാരിച്ചു താൻ അങ്ങനെ ചോദിച്ച് ഇഷ്ടപ്പെടാതെ പറഞ്ഞാന്ന്. പക്ഷെ ശ്രുതിക്കെല്ലാം അറിയത്തുള്ളൂ എന്താ കാര്യം. അങ്ങനെ ലിഫ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഐലൈനർ നോക്കണം. ഐലൈനർ കണ്ടില്ല. ഞാൻ ഐലൈനർ എടുത്തോണ്ട് വട്ടേന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും പുറത്ത് ശ്രുതി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി ഐലൈനർ കണ്ടില്ല, നീ ഐലൈനർ ഒന്ന് മുറി പോയി എടുത്തോണ്ടിരാമെന്ന് ചോദിക്കണം. ഞാനോ പോയി ഒന്ന് എടുത്തോണ്ട് നോക്കിയിട്ട് വരാൻ പറയാണ്. ശരിയെന്ന് പറയണം. അങ്ങനെ ശ്രുതി ഐലൈനർ എടുക്കാൻ പോയി. അങ്ങനെ ഐലൈനർ എടുക്കാൻ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ എങ്ങും നോക്കിയിട്ട് ശ്രുതി കണ്ടില്ല. ശ്രുതി തിരിച്ചു മുറിയിലെ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം ശ്രുതിയുടെ അടുത്ത് വർഷം പറഞ്ഞു, അതെ ഇപ്പം നമ്മൾ 3 പേരുണ്ടല്ലോ ഇവിടെ, ചേർത്തി അനിയത്തിമാരായിട്ട്. രേവതി ചേച്ചി ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി ഒന്നും മിണ്ടിയില്ല. എന്നാലും രേവതി ചേച്ചിയുടെ കാര്യം ഞാൻ ഓർക്കുക. പാവം ചേച്ചി എത്ര കഷ്ടപ്പാടല്ലേ അതെ. കല്യാണം നടത്താൻ വേണ്ടിട്ട് പാവം ഒത്തിരി ബുദ്ധിമുട്ടിന്ന് പറയാം. അല്ല നിങ്ങളുടെ കല്യാണം നടത്തി തന്ന രേവതിയാണെന്ന് ചോദിക്കാം. ഏയ് അങ്ങനെയില്ല, രേവതി ചേച്ചിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊന്നും. പക്ഷേങ്കിൽ ആ സമയത്തേക്ക് രേവതി ചേച്ചി അങ്ങോട്ട് വന്നു. അങ്ങനെ രേവതി ചേച്ചി പെട്ടുപോയതാ, അല്ലാതെ രേവതി ചേച്ചിക്ക് ഇതിനകത്തൊരു പങ്കുമില്ലെന്ന് പറയണം. ഓ അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും അയാളുണ്ടല്ലോ ആ സച്ചി എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണ അയാളെ. എന്തൊരു സ്വഭാവ. കല്യാണം കഴിഞ്ഞിട്ട് പോലും ദേ ശ്രീകാന്തിനെ വെറുതെ വിട്ടില്ല. അന്ന് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അടിച്ചു. അതും പോരാഞ്ഞിട്ട് വഴി വെച്ച് കാണുമ്പോഴൊക്കെ ചീത്ത പറയായിരുന്നു. അയാളെപ്പോലുള്ള ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കുന്നത്? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ രേവതി ചേച്ചിയോട് പറയും, ഇങ്ങനെ പോലെ ഒരാളെ വേണ്ട, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്ത് പോകാനായും പറയാനായിട്ട്. ഇത് കേട്ട ശ്രുതി ഒന്ന് ഞെട്ടി. ഇവളാള് കൊള്ളാലോ, വന്ന് കയറിയപ്പോ തന്നെ രണ്ടുപേരെ പിരിക്കാനാണല്ലോ നോക്കണേ എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലേക്ക് വരുവാണ്. ഇത് കേട്ട് ശ്രുതി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രുതി ഓർത്തു, എന്റെ ഭഗവാനെ ഇവളാള് കൊള്ളാലോ, ഇവളോടുമായിട്ട് ശ്രുതി അധികം ഇടപെടുന്നത് ശരിയാകത്തില്ല, ഇവളാള് ശരിയല്ല, കില്ലാട് തന്നെയെന്ന് മനസ്സിലായി. പിന്നീട് വർഷ പറഞ്ഞു, അല്ല അങ്ങനെ കള്ളത്തരമൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഒന്ന് ഓർത്തു നോക്കിയേ. ഓരോ മനുഷ്യന്മാരൊക്കെ എത്രമാത്രം കള്ളത്തരം ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ കള്ളത്തരം ചെയ്യുന്നതെന്ന് പറയാണ്. ഇത് കേട്ടപ്പം പുറത്ത് നിന്ന് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. അല്ല ശ്രുതിയായിട്ടും ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഷോറൂമിൽ, അപ്പൊ അവിടുന്ന് തന്നെ വണ്ടി എടുക്കാൻ തീരുമാനിച്ചെന്ന് പറയാം. ആഹാ അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് എന്നാ മതി. ശ്രുതി ഉണ്ടല്ലോ വർക്ക്ഷോപ്പില്, അല്ല വർക്ക്ഷോപ്പിലല്ല ഷോറൂമിൽ ശ്രുതി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പം, കുറച്ചൊക്കെ എമൗണ്ട് കുറച്ച് കിട്ടുമായിരിക്കും എന്ന് പറയാം. അത് ശരിയാ, നാളെ തന്നെ ഒന്ന് പോയി നോക്കണമെന്ന് പറയണം. ഇത് കേട്ട് പുറത്തു നിന്ന് ശ്രുതിക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു പക്ഷേ ഈ ടോപ്പിക്കിന് ഇവിടെ തടയിട്ടില്ലെങ്കിൽ മിക്കവാറും കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് വഴുതി മാറും. കാരണം താനിപ്പം വർക്ക്ഷോപ്പിലില്ല, അല്ലെങ്കിൽ ഷോറൂമിലില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും അവര്. അതൊരു കാരണവശാലും അറിയാനായിട്ട് പാടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലോ ഒരു കാരണവശാലും പാടില്ല, എന്തേലും ചെയ്താൽ മതിയുള്ളൂ. പെട്ടെന്ന്
ശ്രുതി ഇടിച്ചു കയറി അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, അതെ അവിടെ ഞാൻ കണ്ടില്ലെന്ന് പറയണേ. എന്ത് ഐലൈനർ കണ്ടില്ല? അവിടെ ഒന്നുകൂടെ ശരിക്കും പോയി നോക്ക്. ഞാൻ കണ്ടില്ല എന്ന് പറയണേ. നീ വന്ന് നോക്കാൻ പറയണേ. അതെ ഞാൻ ഇപ്പൊ തന്നെ നോക്കി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞിട്ട് വർഷയോട് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോവാണ് ശ്രുതി. ഈ സമയം ശ്രുതിയും കൂടെ അങ്ങോട്ട് ചെന്നു. ശ്രുതി എന്നപ്പത്തിനും ശ്രുതി അവിടെ നോക്കുവാണ്. ഞാൻ ഇവിടെയാണല്ലോ വെച്ചിരുന്നതെന്ന് പറഞ്ഞ് നോക്കുവാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, ഞാൻ കുറെ സമയം നോക്കിയതാ, ഇവിടെ കണ്ടില്ല എന്ന് പറയാണ്. എന്ന് ഇത് ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മൊത്തം നോക്കുവാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര ഒരുക്കിന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എത്രയൊക്കെ ഒരുക്കിന്ന് പറഞ്ഞാലും അവരെക്കാളും കൂടുതൽ കാണാൻ സുന്ദരി എന്റെ ഭാര്യ തന്നെയാന്ന് പറയണം. ഇത് കേട്ട ശ്രുതി വെച്ച്, സത്യമായിട്ടും മേക്കപ്പ് ഇട്ടില്ലല്ലോ എന്റെ ഭാര്യനെ കാണാൻ സുന്ദരിയല്ലേ എന്ന് പറഞ്ഞ് ചേർത്തങ്ങോട്ട് പിടിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് ചെല്ലല്ല. അതിന് വേണ്ടിയിട്ട് ശ്രുതി ഒരു നാടകം കളിക്കുക. ഇത് ശ്രുതിക്കൊട്ടും മനസ്സിലായില്ല. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇത് വേണ്ട സോപ്പിടിയിലൊന്നും വേണ്ടെന്ന് പറയണം. സോപ്പിട്ടല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ അത്രയ്ക്ക് സുന്ദരിയല്ലേ. ഈ വീട്ടിലേക്ക് വന്നു കയറിയ മരുമക്കളെ വെച്ച് ഏറ്റവും സുന്ദരി എന്റെ ഭാര്യ എന്ന് പറയാണ്. മനസ്സിലായി സോപ്പിടിയിലൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയണം. അല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞാന്ന് പറയണം. പെട്ടെന്നാണ് ശ്രുതി ആ കാര്യം ഓർത്തെ. അതേ നാളെ മിക്കാറും വർഷ ശ്രീകാന്തും ശ്രുതി ജോലി ചെയ്യുന്ന ഷോറൂമിലേക്ക് വരുന്നുണ്ടെന്ന് പറയാണ്. എന്തിന്? അല്ല അവർക്കൊരു പുതിയ കാർ എടുക്കുന്ന കാര്യം പറഞ്ഞു. കാർ എടുക്കുന്ന കാര്യമോ? അതെ. അപ്പൊ നാളെ കാറ് കാണാൻ വരുന്നുണ്ട്. ദൈവമേ താൻ പാർക്കിലാ പോയിരിക്കുന്നത്. പാർക്കിലെ അവിടെ വലിയ ഇട്ടേക്കുന്ന കാറ് വല്ലതും കാണിക്കേണ്ട വരും. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, നാളെ അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറ. അതെന്താ? അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ചിലപ്പം അവിടുത്തെ മാനേജറെ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാരത്തിലാവും. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഇതിനകത്ത് കമ്മീഷൻ കിട്ടുന്ന കാര്യമാണല്ലോ. മാനേജറെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടുമല്ലോ. എന്റെ അനിയനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കമ്മീഷനെ കിട്ടുമോ എനിക്ക്? അതില്ല. ഓ ശരിയാ, ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി. അതുകൊണ്ട് ഇത് ഞാൻ വേണ്ട പോലെ ഡീൽ ചെയ്തോളാം. അറിയാലോ ഇന്നാൾ ആ പാർക്ക് വെച്ച ഒരു ക്ലയന്റിനെ കൊണ്ടുപോയില്ലേ, അതുപോലെയൊക്കെ വേറെ മാറ്റി നിന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. അങ്ങോട്ട് ഇവരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അറിയാലോ പിന്നെ ഉദ്ദേശിച്ച പോലെ ലാഭമൊന്നും നമുക്ക് കിട്ടത്തില്ല. ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് വിട്ടുപോയെന്ന് പറയണം. പിന്നെ അത് മാത്രമല്ല ഒന്ന് ഓർത്തു വയ്ക്കേ, നമ്മൾ ഇതിനായിട്ട് ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടോ? ഞാനിപ്പോഴും ഓട്ടോയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ വർഷേ ശ്രീകാന്ത് ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അവര് കാറിന് പോകത്തില്ലേ? അപ്പൊ അതിന്റെ നാണക്കേട് നമുക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, എന്തേലും കാര്യം പറഞ്ഞ് കുറച്ച് ദിവസത്തേക്കും കൂടെ ഒന്ന് നീട്ടിപ്പിക്കുക ഈ ഷോറൂമിലേക്കുള്ള വരവ്. ഇപ്പൊ കാർ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കാർ എടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈയിടെ എങ്ങനെ എടുക്കുവോ? ഞാൻ പുതുപുത്തനൊരു വണ്ടിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അത് ഇറങ്ങുന്നുള്ളന്നേ. ആ മോഡൽ നല്ല മോഡലാ. ഞാൻ നമ്മുടെ MD യോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ മോഡൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ വണ്ടി എടുക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ശ്രുതിക്ക്. പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കുവാണ്. അങ്ങനെ എല്ലാം മേക്കപ്പ് ചെയ്ത് ശ്രുതി മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും രേവതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നേ. രേവതി കണ്ടു പറഞ്ഞു, ആഹാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാന്ന് പറയാം. അത് ശ്രുതി ഒരുക്കിയതെന്ന് പറയണേ. പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ ഫ്ലീറ്റ് ഒക്കെ മാറിക്കിടക്കുന്നു. അയ്യോ ഫ്ലീറ്റ് മാറിക്കിടക്കുള്ളൂ, ഞാൻ ശരിക്കും വെക്കാന്ന് പറഞ്ഞ് രേവതിയെ നേരെ പിടിച്ചിടുവാണ്. അപ്പോഴേക്കാണ് ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടി ഇവിടെ കാണിക്കണേന്ന് ചോദിക്കുക. അല്ലമ്മ ഞാൻ ഈ ഫ്ലീറ്റ് ഒന്ന് നീ കൂടുതൽ ശരിയാക്കണ്ട, ഇങ്ങോട്ട് മാറി നിന്നേ. നല്ല വൃത്തിക്ക് ശ്രുതിമോൾ ഒരുക്കിയിട്ട് പോയേക്കുന്ന അതിന്റെ ഇടയ്ക്ക് അവളത് അലങ്കോലം ആക്കിയിട്ട് വന്നിരിക്കുന്നു. പെട്ടെന്ന് വർഷ പറഞ്ഞു, അലങ്കോലാക്കാൻ വന്നല്ല രേവതി ചേച്ചി, അത് പിടിച്ച് നേരെ ഇടാൻ വന്നാന്ന് പറയണേ. വേണ്ട എന്തേലും ഉണ്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. നിനക്ക് അടുക്കളയിൽ ഒരു പണിയില്ലേ? അല്ല നിന്നോട് പാല് കാച്ചി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാലും പഴമൊക്കെ കൊണ്ട് മുറി വെക്ക്, പാലൊക്കെ കാച്ചി വെക്ക്. അതിപ്പോ നേരത്തെ വെക്കേണ്ട കാര്യമുണ്ടോ? സമയത്ത് എടുത്താൽ പോരെ, അല്ല തണുത്ത് പോയില്ലെന്ന് ചോദിക്കാം. അതെ ഞാൻ തീരുമാനിച്ചോളാം, നിന്നോട് പറഞ്ഞ പണി നീ അങ്ങ് ചെയ്താൽ മതി, വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് രേവതിനെ അങ്ങോട്ട് ഓടിക്കുവാണ്. രേവതി പോയി കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു, എന്തിനാ അമ്മ രേവതി ചേച്ചിനെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നേ? അവളെയൊക്കെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ അവള് തലേ കയറി നിരങ്ങുമെന്ന് പറയാം. രേവതി ചേച്ചി പാവല്ലേ? പാവമാണ് പോലും. അവളുടെ പാവത്തെ ഒന്നും മോൾക്ക് അറിയത്തില്ല എന്നിട്ടാ. അല്ല മോളുടെ ഓർണമെന്റ്സ് ഒക്കെ എന്തെന്ന് ചോദിക്കാം. ഓ അതോ, ഞാനൊന്നും എടുത്തില്ല ആന്റി, എനിക്ക് ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ വീട്ടിലാ ഓരോ ഫാഷനുള്ള സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിച്ചോണ്ട് വരും. പക്ഷെ ഞാനതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒരെണ്ണം ഇടുക അല്ലാതെ വേറൊന്നും ഉപയോഗിക്കാറില്ലെന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, മോളെ പെൺകുട്ടികളാണെങ്കിൽ സ്വർണ്ണമൊക്കെ അണിഞ്ഞ് വേണം നടക്കാനായിട്ട്, അതാൻ്റെ ഒരു രീതി എന്ന് പറയണം. ശരി എന്നൊക്കെ പറയാം. പിന്നീട് രേവതി അടുക്കളയിലേക്ക് വന്നു. അപ്പം പാലൊക്കെ റെഡിയാക്കണം. അപ്പൊ ചന്ദ്രമതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലിനകത്ത് ബദാമും കശുവണ്ടിയൊക്കെ ഇട്ട് നന്നായിട്ട് വേണം, പൊടിയൊക്കെ ഇട്ട് വേണം, കുങ്കുമപ്പൂവൊക്കെ ഇട്ട് വേണം പാല് തിളപ്പിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേവതി പൊടിയൊക്കെ എടുത്ത് പാലൊക്കെ നല്ല വൃത്തിക്ക് തിളപ്പിച്ച് പൊടിയെല്ലാം ഇട്ട് മൂടി വെക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, എല്ലാം റെഡിയായെന്ന് ചോദിക്കാം. റെഡിയായെന്ന് പറയണം. എല്ലാം നേരത്തെ കാലത്ത് സെറ്റ് ചെയ്ത് വെച്ചാലേ. അല്ല പാലും പഴമൊക്കെ കൊണ്ടേ വെച്ചോ? ഇപ്പൊ തന്നെ കൊണ്ടേ വെക്കാം അമ്മയെന്ന് പറയാണ്. പിന്നീട് രേവതി പാലും പഴമൊക്കെ മുറിയിലേക്ക് കൊണ്ടേ വെക്കാൻ പോവാണ്. ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്.
ദേ രേവതി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കുക ദാഹിക്കുന്നുണ്ടെന്ന് പറയണം. നോക്കിക്കഴിഞ്ഞാൽ രേവതിനെ കണ്ടില്ല. അപ്പൊ അവിടെ നോക്കിക്കഴിയുമ്പത്തിനും പാല് മൂടി വെച്ചേക്കുന്നുണ്ട്. ആഹാ കൊള്ളാലോ, പാലെങ്കിൽ പാല് കിട്ടുന്ന ആട്ടേന്ന് പറഞ്ഞിട്ട് സച്ചി ഇച്ചിരി എടുത്ത് കുടിക്കണം. ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, കൊള്ളാലോ എന്ന് പറഞ്ഞ് മുഴുവൻ അങ്ങോട്ട് കുടിച്ചു. ഗ്ലാസ് അങ്ങോട്ട് വെച്ചു. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു. രേവതി കൊള്ളാട്ടോ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാ. എന്ത് പാല്? പാലോ? അതെ, നീ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ച പാല്. ഇതിനകത്ത് ബദാമും കശുവണ്ടിയൊക്കെ നന്നായിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊരു ഇൻമേഷം ആ പാല് കുടിച്ചു കഴിഞ്ഞപ്പത്തിനും. രേവതി ഒരു നിമിഷം ഞെട്ടി നിൽക്കണം. പെട്ടെന്ന് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, പാലോ? ആ പാല് നീ എടുത്ത് കുടിച്ചോന്ന് ചോദിക്കണം. അതെ, പാല് കുടിച്ചു. അതിനെന്താ കുഴപ്പം? നീ ഏത് പാലാ കുടിച്ചേ എന്ന് ചോദിക്കണം. ഇത് കേട്ടുമ്പോൾ സച്ചി വെച്ചു, ഏത് പാലാണോ? അതിനിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കണം. ഞാനവിടെ തിളപ്പിച്ച് വെച്ച പാലെടുത്ത് കുടിച്ചതെന്ന് പറയണം. ദൈവമേ, ചതിച്ചല്ലോ എന്ന് പറയണം. പെട്ടെന്ന് രവതി വിളിച്ചു, നീ എന്തിനാ പാലവിടെ തിളപ്പിച്ച് മൂടി വെച്ചെന്ന് ചോദിക്കുക. അമ്മയല്ലേ പറഞ്ഞെടുത്ത് വെക്കാനായിട്ട്. അത് ഇവനെടുത്ത് കുടിച്ച കണ്ടില്ലേന്ന് ചോദിക്കാണ്. ദൈവമേ, എന്ത് ചെയ്യാനാന്ന് പറ. ഒരു സാധനം പോലും അടുക്കള വെക്കാൻ പറ്റാതെ. അപ്പോഴേക്കും ശ്രുതിയും കൂടെ ഇറങ്ങി വരണം. എന്താ അമ്മേ പ്രശ്നം ചോദിക്കാം. അവർക്ക് ആദ്യരാത്രി കൊടുക്കാനുള്ള പാൽ ഇവനെടുത്ത് കുടിച്ചെന്ന് പറയും സച്ചി. ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു, നിനക്ക് വേറൊരു പണിയില്ലായിരുന്നോടാ, നീ എന്തിനാ അതെടുത്ത് കുടിച്ചേന്ന് ചോദിക്കാം. അത് അവർക്ക് വേണ്ടി വെച്ചതല്ലേ, അവരുടെ ആദ്യരാത്രി അല്ലേ നിൽക്കും. പിന്നെ ഒരു ആദ്യരാത്രി ആഘോഷിക്കേണ്ടവർ വെറുതെ പോയി വേണേ ആഘോഷിച്ചോളും. അവർക്ക് പാലും പഴമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനി അത്രയ്ക്ക് അത്യാവശ്യമാണ് കുറച്ച് പച്ചവെള്ളം അങ്ങോട്ടോ കുടിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും ചന്ദ്രമതി വെച്ച് പച്ചവെള്ളം കുടിക്കാൻ ഇതെന്താ, അവര് വല്ല പശുവോ ആടോ എന്തെങ്കിലും ആണോന്ന് ചോദിക്കും. അതെ, ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നവർക്കൊക്കെ ഇതാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ പാലും കുങ്കുമപ്പൂവൊന്നും അല്ലാന്ന് പറയണം. പിന്നീട് രേവതിയോട് പറഞ്ഞു, പാല് കുടിക്കുമ്പോൾ എന്തോ ഒരു ഉന്മേഷം തോന്നുന്നുണ്ട്, നീ വരാൻ പറഞ്ഞിട്ട് രേവതിനെ കൂട്ടിക്കൊണ്ടും പോവാണ്. ചന്ദ്രമതി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണേ. എല്ലാ ദിവസവും ഒരു ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ ചാനലിനകത്ത് ഞാൻ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.